നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഡെക്കർ, ഹൈ എൻഡ് ഡെക്കർ അല്ലെങ്കിൽ ലക്ഷറി ഡെക്കർ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ചെന്നതാണ്. ആൾ പറഞ്ഞതനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഹോളിലേക്ക് കയറി, എൻട്രൻസ് കഴിഞ്ഞ് ഹോളിലേക്ക് കയറി, ഹോളിൽ നമുക്ക് കാണാം നിറച്ച് പില്ലേഴ്സാണ്. ഈ പില്ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചില നല്ല ഡെക്കറുകളൊന്നും ആ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ആളുകൾക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല. ആ സ്റ്റേജിൽ തന്നെ 2 പില്ലേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിംസ് ഒക്കെ വെക്കാൻ വളരെ പ്രയാസമായിരിക്കും. അധികം പൊക്കമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് ഹാങ്ങിങ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലോർ കണ്ടാൽ മനസ്സിലാവും, വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോർ മാറ്റി ചെയ്യേണ്ടി വരും. ഭിത്തിയിൽ നോക്കിയാൽ തന്നെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൈഡ് മാസ്കിങ് ചെയ്യേണ്ടി വരും. പിന്നെ ഹോൾ അല്പം ചെറുതായതുകൊണ്ട് അധികം സീറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു വെന്യൂവിൽ ഞാൻ എപ്പോഴും ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡെക്കറായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്ലയൻറ്റിന് അവിടെ ഒരു ഹൈ എൻഡ് ഡെക്കർ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു സ്മാർട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ പറ, ഇങ്ങനൊരു വെന്യൂവിൽ ഒരു സിമ്പിൾ എലഗൻറ്റ് ഡിസൈൻ ആണോ അതോ ഒരു ഹൈ എൻഡ് ഡെക്കർ ചെയ്യാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഇനിയിപ്പോൾ ഒരു ഹൈ എൻഡ് ഡെക്കർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യും. താങ്ക് യു.